ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗുരുഭ്യോ നമ. ഓം ഗംഗണപതേ നമ. ഓം പരമാത്മനേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 21 അധ്യായത്തിൽ നമ്മൾ അവസാന ഭാഗങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. അവിടെ 46 ശ്ലോകം മുതൽക്ക് വിദ്യോതമാനം വപുഷാ തപസ്യുഗ്രയുജ ചിരം നാതിക്ഷാമം ഭഗവത സ്നിഗ്ധാപാംഗാവലോകനാത് തദ് വ്യാഹൃത ആമൃതകലാ പീയൂഷശ്രവണേന ച പ്രാംശും പത്മപലാശാക്ഷം ജടിലം ചീരവാസസം ഉപസംസൃത്യ മലിനം യഥാർഹണമസംസ്കൃതം അഥോടജമുപായാതം നൃദേവം പ്രണതം പുര സപര്യയാ പര്യഗൃഹാത് പ്രത്യനന്ദാനുരൂപയാ ഗൃഹീതാർഹണമാസീനം സംയതം പ്രീണയൻ മുനി സ്മരൻ ഭഗവദാദേശമിത്യാഹ ശ്ലക്ഷ്ണയാ ഗിര. അപ്പൊ ഇങ്ങനെ കർദമ പ്രജാപതിയെ വർണ്ണിക്കുകയാണ് അവിടെ മൈത്രേയ മഹർഷി. യോഗയുക്തമായ വളരെ കാലത്ത് തപശ്ചര്യയാൽ ആർജിച്ച ദിവ്യ തേജസ്സോടു കൂടിയവനും ഭഗവാന്റെ കടാക്ഷവീക്ഷണം വാക്യശ്രവണം ഇത്യാദികൾ ഹേതുവായി അത്യന്തം കൃശത്വം ബാധിച്ചിട്ടില്ലാത്ത ശരീരത്തോടു കൂടിയവനും വളരെ പൊക്കമുള്ളവനും താമരതളം പോലെ ഭംഗിയുള്ള കണ്ണുകളോടു കൂടിയവനും ജട ധരിച്ചവനും മരവുരിയുടുത്തവനും മലിനനും സംസ്കരിക്കാത്ത രത്നം പോലെ ശോഭിക്കുന്നവനുമായ കർദമനെ മനു ദർശിച്ചു. അങ്ങനെതാ പിന്നീടതാ ഗൃഹീതാർഹണമാസീനം സംയതം പ്രീണയൻ മുനി സ്മരൻ ഭഗവത് ആദേശമിത്യാഹ ശ്ലക്ഷ്ണയാ ഗിര. മുനി കർദമ മുനി ഗൃഹീതാർഹണം തൻ്റെ സൽക്കാരം സ്വീകരിച്ച് സംയതം വിനയത്തോടുകൂടി ആസീനം ഇരിക്കുന്ന മനുവിനെ പ്രീണയൻ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ഭഗവതാദേശം ഭഗവാന്റെ നിർദ്ദേശം സ്മരൻ ഓർത്ത് ശ്ലക്ഷ്ണയ മധുരമായ ഗിരാവാക്കിനാൽ ഇതി ആഹ ഇങ്ങനെ പറഞ്ഞു. നൂനം ചംക്രമണം ദേവ സതാം സംരക്ഷണായത്തെ വധായ ചാസതാം യത്വം ഹരേ ശക്തിർഹി പാലിനി. ഹേ ദേവ, അല്ലയോ രാജാവേ, തേ അങ്ങയുടെ ചംക്രമണം പര്യടനം സതാം സജ്ജനങ്ങളുടെ സംരക്ഷണത്തിനും അസതാം ദുർജനങ്ങളുടെ വധായ ച നിഗ്രഹത്തിനുമാണ്. നൂനം തീർച്ച, യത് ത്വം കാരണം അങ്ങ് ഹരേ വിഷ്ണു ഭഗവാന്റെ പാലിനി ഈശ്വരക്ഷാത്മകമായ ശക്തി തന്നെയാണല്ലോ. യോർക്കേന്ത് അഗ്നേന്ദ്രവായൂനാം യമധർമ്മ പ്രചേതസാം രൂപാണി സ്ഥാന ആധത്സേ തസ്മൈ ശുക്ലായ തേ നമഃ. യാതൊരുവൻ സ്ഥാനെ ഓരോ കാര്യത്തിനായി അർക്കേന്തു അഗ്നേന്ദ്രവായൂനാം ആദിത്യൻ ചന്ദ്രൻ അഗ്നി വായു യമധർമ്മ പ്രചേതസാം യമൻ ധർമ്മൻ വരുണൻ എന്നിവരുടെയെല്ലാം രൂപാണി രൂപങ്ങളെ ആധത്സെ സ്വീകരിക്കുന്നുവോ തസ്മൈ അങ്ങനെയുള്ള ശുക്ലായ ശുദ്ധ സത്വസ്വരൂപനായ തേ നമ അങ്ങേക്ക് നമസ്കാരം. നയദാ രഥമാസ്ഥായ ജൈത്രം മണിഗണാർപ്പിതം വിസ്ഫുർജ ചണ്ഡകോദണ്ഡോ രഥേന ത്രാസയന്നഖാന് സ്വസൈന്യ ചരണക്ഷുണ്ണം വേപയൻ മണ്ഡലം ഭുവാൻ വികർഷൻ ബൃഹതീം സേനാം പര്യടം ശംശുമാനിവ തദൈവ സേതവ സർവേ വർണ്ണാശ്രമ നിബന്ധനാഹ ഭഗവദ്രചിതാ രാജൻ ഭിദ്യേരൻ ബദസ്യുഭി. ഹേ രാജൻ, അല്ലയോ രാജാവേ, മണിഗണാർപ്പിതം രത്നാലങ്കൃതവും ജൈത്രം ജയം നൽകുന്നതുമായ രഥം ആസ്ഥായ തേരിലിരുന്ന് അഖാൻ കുറ്റം ചെയ്തവരെ ത്രാസയൻ ഭയപ്പെടുത്തുമാറ് വിസ്ഫൂർജ ചണ്ഡകോദണ്ഡ ഞാണലി മുഴക്കുന്ന ഉഗ്രധനുസോടുകൂടിയവനായും സ്വസൈന്യ ചരണക്ഷുണ്ണം സ്വസേനയുടെ കാൽച്ചവിട്ടേറ്റ ബൃഹതിയും വമ്പിച്ച സേനാം സൈന്യത്തെ വികർഷൻ നയിച്ചുകൊണ്ടും ഭൂമണ്ഡലത്തെ വേപയൻ വിറപ്പിച്ചുകൊണ്ടും അംശുമാൻ ഇവ ആദിത്യനെ പോലെ രഥേന തേരിലൂടെ യഥാ എപ്പോൾ ന പര്യടസി സഞ്ചരിക്കുന്നില്ലയോ തഥാ ഏവ അപ്പോൾ തന്നെ ഭഗവത് രചിതാഹ ഈശ്വരൻ നിശ്ചയിച്ച വേദോക്രമായ വർണ്ണാശ്രമ നിബന്ധനാത്മകമായ സർവേ സേതവ എല്ലാ മര്യാദകളും ദസ്യുഭി ദുഷ്ടജനങ്ങളാൽ ഭിദ്യേരൻ ബത തകർക്കപ്പെട്ടേക്കും. തീർച്ച കഷ്ടം തന്നെ. അധർമ്മശ്ച സമേധേത ലോലുപേർ വ്യങ്കുശേ നൃഭി
ശയാനേ ത്വയി ലോകോയം ദസ്യുഗ്രസ്തോ വിനങ്ക്ഷതി. ത്വയി അങ്ങ്, ശയാനേ അലസനായാൽ, വ്യങ്കുശൈഹി നിരങ്കുശരും, ലോലുപൈഹി ദുരാഗ്രഹികളുമായ, നൃഭി ജനങ്ങൾ നിമിത്തം, അധർമ്മ അധർമ്മം, സമേധേത അധികരിക്കുകയും, അയം ലോക ഈ ലോകം, ദസ്യുഗ്രസ്ത ദസ്യുക്കളാൽ കീഴടക്കപ്പെട്ട്, വിനങ്ക്ഷതീച്ച നാശോന്മുഖമാവുകയും ചെയ്യും. അവിടെ എന്താ പറയുന്നത്? തൻ്റെ പർണശാലയിൽ പ്രവേശിച്ച് തന്നെ നമസ്കരിച്ച് മനുവിനെ കർദമൻ പ്രത്യാശീർവദിച്ച് വേണ്ട പോലെ ഉപചരിച്ചു. ഇപ്രകാരം ആസനസ്ഥനായ മനുവിനോട് ഭഗവത് വാക്യം സ്മരിച്ചുകൊണ്ട് മധുരമാമ്പണ്ണം സംസാരിക്കുകയും ചെയ്തു. അങ്ങ് നാട് ചുറ്റി സഞ്ചരിക്കുന്നത് സജ്ജനങ്ങളെ സംരക്ഷിക്കാനും ദുഷ്ടരെ ശാസിപ്പിക്കാനുമാണ്. എന്തെന്നാൽ രാജാവ് ലോകപാലനം ചെയ്യുന്ന ഭഗവാന്റെ ശക്തി തന്നെയാണെന്നും പറഞ്ഞ് സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, ഇന്ദ്രൻ, വായു, യമൻ, പ്രചേതസ് എന്നിവരുടെ രൂപങ്ങളെ ധരിക്കുന്ന ഭഗവാനെ നമസ്കരിച്ചു. രാജാവ് അലങ്കൃതമായ രഥത്തിൽ വില്ലും കയ്യിലേന്തി സൈന്യസമേതനായി നാട്ടിലെല്ലാം സഞ്ചരിക്കാതിരുന്നാൽ വർണ്ണാശ്രമധർമ്മങ്ങൾ വേണ്ട വിധം പരിപാലിക്കപ്പെടില്ല, അധർമ്മം വർദ്ധിക്കും. രാജാവ് എപ്പോഴും ശയനശീലനായാൽ രാജ്യത്ത് ദസ്യുക്കൾ വർദ്ധിക്കും. ശയനശീലൻ എന്ന് പറഞ്ഞാൽ മടി പിടിച്ച് കിടന്നുറങ്ങുന്ന ആളെന്നർത്ഥം. രാജാവ് അങ്ങനെ മടി പിടിച്ച് കിടന്നുറങ്ങാൻ പാടില്ല. രാജ്യപാലനം നിർവഹിക്കുന്ന രാജാവിൻ്റെ ശ്രദ്ധ എപ്പോഴും രാജ്യത്തെ ജനങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലായിരിക്കണം. അപ്പോൾ ആ കാര്യമാണ് അവിടെ ഈ കർദമ പ്രജാപതി ഓർമ്മിപ്പിക്കുന്നത്. ദസ്യുക്കൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ എന്നുള്ള അർത്ഥം. അതുകൊണ്ട് ഇങ്ങനെ രാജ്യം മുഴുവനും സഞ്ചരിച്ച് ജനങ്ങൾ അച്ചടക്കം പരിപാലിക്കുന്നില്ലേ എന്ന് നേരിട്ട് പരിശോധിക്കേണ്ടത് രാജധർമ്മമാണ്. അങ്ങ് അതിനിറങ്ങിയതാണെന്ന് ഞാൻ മനസ്സിലാക്കണു. പക്ഷെ തൻ്റെ ആശ്രമത്തിൽ എന്തിനു വന്നുവെന്ന് സംശയം അവശേഷിക്കുന്നു. അതാണിപ്പോൾ ഇതൊക്കെ എടുത്തു പറയാൻ കാരണം. ഇപ്പം രാജാവിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പം എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? അപ്പം കർദമനെ അനുഗ്രഹിച്ച് മഹാവിഷ്ണു തിരോധാനം ചെയ്തു. ഭഗവത് ദർശനം നിലച്ചപ്പോഴുള്ളൊരു വ്യഥ പരിധിവരെ നീക്കാൻ ഭഗവാന്റെ പ്രതിനിധിയായ മനുചക്രവർത്തിയുടെ ആഗമനം സഹായിച്ചു എന്നും കൂടെ നമുക്കിവിടെ മനസ്സിലാക്കാം. അതായത് നേരത്തെ തപസ് ചെയ്ത് ഭഗവത് ദർശനം നേടിയ ആളാണല്ലോ കർദമൻ. അപ്പോൾ അതിയായ സന്തോഷമുണ്ട് എന്നൊക്കെ നമ്മളോട് പറഞ്ഞു സൂതൻ അല്ലേ. കർദമന് വളരെ ആനന്ദമുണ്ടായി, സന്തോഷമുണ്ടായി. പക്ഷെ ആ ഭഗവത് ദർശനം നിലച്ചപ്പോൾ ഒരു വലിയ സങ്കടവും വിഷമവും ദുഃഖവും ഒക്കെ ഉണ്ടായി. കാരണം തനിക്ക് ആ ആനന്ദം അല്ലേ ഇപ്പൊ നഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പോ ഭഗവാന്റെ തന്നെ പ്രതിനിധിയായിട്ടുള്ള രാജാവ് കയറി വന്ന സമയത്ത്, കാരണം പഴയ കാലത്ത് അങ്ങനെയാണ്, ഈശ്വരന്റെ പ്രതിനിധിയായിട്ടാണ് രാജാവിനെ കണക്കാക്കുന്നത്. അപ്പോ ഈ രാജാക്കന്മാര് ഭഗവാന്റെയും അഷ്ടദിക്പാലകന്മാരുടെയും മറ്റും പ്രതിനിധിയാണ് എന്നുള്ള ഒരു തത്വം നമുക്ക് പൃഥുചരിത്രത്തിലും മറ്റുമൊക്കെ കാണാൻ സാധിക്കും. രാജാവിൻ്റെ ശരീരത്തിൽ 33 ദേവതകൾ ഉണ്ടെന്നാണ്. അതെല്ലാവരുടെ ശരീരത്തിലും ഉണ്ട്. ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളാണ്. ആ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ നല്ല ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുന്ന സമയത്താണ് ഒരാൾക്ക് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഒക്കെ വർദ്ധിക്കുന്നതും അയാൾക്ക് നേതൃപാടവം ഉണ്ടാവുന്നതും മറ്റുമൊക്കെ. അങ്ങനെയാണ് അത്ര ഒരാൾ രാജാവായി തീരുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ മനു ശ്രേഷ്ഠനായിട്ടുള്ള ചക്രവർത്തിയാണ്. അദ്ദേഹം വന്ന സമയത്ത് നമ്മുടെ കർദമ പ്രജാപതിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായി. അവിടെ ആ 54-ാമത്തെ ശ്ലോകത്തിൽ സേതു എന്നൊരു വാക്ക് കാണാം. സേതു സാധാരണ അണക്കെട്ട്, തട, മതിൽ എന്നൊക്കെ അർത്ഥമുണ്ട് ഈ സേതു എന്നുള്ള വാക്കിന് അല്ലേ. സാധാരണ സേതു ബന്ധനം സമുദ്രത്തിന് അണ കെട്ടിയതിനെ സൂചിപ്പിക്കുന്നത്. ഇവിടെ സേതു എന്നുള്ളതിന് സപ്തമര്യാദകളെയാണ് സൂചിപ്പിക്കുന്നത്. സപ്തമര്യാദകൾ എന്താണെന്നുള്ളത് നമ്മൾ മുൻപ് പ്രഥമസ്കന്ധത്തിലെ 18-ാമത്തെ അധ്യായത്തിലെ 37-ാമത്തെ ശ്ലോകത്തിൽ പറയേണ്ടായിട്ടുണ്ട്. ഇപ്പം ഭാഗവതത്തിലുടനീളം ഈ ധർമ്മത്തെക്കുറിച്ചുള്ള അനേകം സൂചനകൾ കാണാം. ഇപ്പം രാജാവ് പാലിക്കേണ്ടതാണ് ഈ സപ്തമര്യാദകൾ, ശ്രദ്ധിക്കേണ്ട ആളാണ്. തുടർന്ന് പറയണു, അഥാപി പ്രച്ഛയത്വാം വീര യദർത്ഥം ത്വമിഹാഗത തദ്വയം നിർവ്യളീകേന പ്രതിപദ്യാമഹേ ഹൃദ. ഹേ വീര, അല്ലയോ വീര, അഥാപി എങ്കിലും, ത്വമിഹ അങ്ങിവിടെ, യദർത്ഥം എന്ത് കാര്യത്തിന്, ആഗത വന്നതാണെന്ന്, ത്വാം അങ്ങയോട്, പൃച്ഛേ ചോദിച്ചു കൊള്ളുന്നു, തത് അതിനെ, വയം നാം, നിർവ്യളീകേന
നിഷ്കപടമായ ഹൃദയ മനസ്സോടെ പ്രതിപദ്യാമഹേ സാധിപ്പിക്കാം. അല്ലയോ പരാക്രമശാലിൻ, അങ്ങ് എന്തൊരു ഉദ്ദേശത്തോടെയാണ് ഇവിടെ വന്നത് എന്ന് ഞാൻ ചോദിക്കട്ടെ. അങ്ങയുടെ ആവശ്യം എന്തെന്നാൽ അത് ഞാൻ ആത്മാർത്ഥതയോടെ സാധിപ്പിച്ചു തരാം. അപ്പൊ സ്വയംഭവമനു ഭാര്യാസമേതനായി മറ്റന്നാൾ ഇവിടെ വരും, അവരുടെ പുത്രിയായ ദേവഹൂതിയെ അങ്ങയ്ക്ക് പത്നിയായി ദാനം ചെയ്യും എന്നൊക്കെ ഭഗവാൻ അരുളി ചെയ്തത് നമ്മൾ നേരത്തെ കണ്ടു. അപ്പൊ അപ്രകാരം മനു വന്നെത്തുകയും ചെയ്തു. ആ മനുവിന്റെ ആഗമനോദ്ദേശം മനസ്സിലായ സ്ഥിതിക്ക് അങ്ങ് ഇവിടെ വരാൻ കാരണമെന്ത് എന്ന കർദമന്റെ ചോദ്യം ഇവിടെ തീർത്തും അപ്രസക്തമല്ലേ എന്ന് ഒരു സംശയം തോന്നാം. പക്ഷെ അതിനൊരു സമാധാനമുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, വിവാഹങ്ങൾ 8 പ്രകാരത്തിലാണ്. ബ്രാഹ്മം, ആഷം, ദൈവം, പ്രാജാപത്യം, ആസുരം, ഗാന്ധർവം, രാക്ഷസം, പൈശാചം. ഇതാണ് 8 തരത്തിലുള്ള വിവാഹങ്ങളുടെ പേരുകൾ. ഇവയിൽ ഏറ്റവും ഉത്തമമായത് ബ്രാഹ്മമാണ്. ബ്രാഹ്മവും പ്രാജാപത്യവും തമ്മിൽ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. ബ്രാഹ്മവിവാഹത്തിൽ വരനോട് അഭ്യർത്ഥിച്ച് കന്യകയെ ദാനം ചെയ്യുകയാണ് പതിവ്. പ്രാജാപത്യത്തില് വരൻ വധുവിൻ്റെ പിതാവോട് അഭ്യർത്ഥിച്ച് കന്യകയെ ദാനമായി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബ്രാഹ്മവിവാഹത്തിൽ ജനിക്കുന്ന സന്താനങ്ങൾക്ക് ഉത്കർഷം കൂടും. തനിക്ക് മനുവിന്റെ ആഗമനോദ്ദേശം മനസ്സിലായി എന്നും കന്യകയെ സ്വീകരിക്കാൻ തയ്യാറാണെന്നും കർദമൻ പറഞ്ഞാൽ വിവാഹം പ്രാജാപത്യമാക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മനുവിനോട് ആഗമനോദ്ദേശം ചോദിച്ച് കന്യകയെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിപ്പിക്കുന്നത്. ഇങ്ങനെ ശാസ്ത്രീയമായൊരു പ്രയോജനത്തിന് വേണ്ടിയാണ് കർദമന്റെ ചോദ്യം. ഇനി നമ്മൾ അടുത്ത അധ്യായം വായിക്കുന്ന സമയത്ത് അവിടെ 15-ാമത്തെ ശ്ലോകത്തില് ആദ്യോ വൈവാഹികോ വിധി എന്നാണ് കർദമ വാക്യം. അതായത് വൈവാഹിക വിധിയിൽ ആദ്യമുള്ളത് ബ്രാഹ്മ വിവാഹമാണ്. അപ്പോൾ അവിടെ ആദ്യോ വൈവാഹികോ വിധി എന്ന് പറഞ്ഞത് ഈ ബ്രാഹ്മം എന്ന രീതിയിലുള്ള വിവാഹമാണ് അവിടെ നടന്നിട്ടുള്ളത്. ബ്രാഹ്മോ വിവാഹ ആഹൂയ ദീയത്തെ ശക്തി അലങ്കൃത തജ്ജ പുനാത്യുഭയത പുരുഷാനേകവിംശതി. ഇങ്ങനെയാണ് യാജ്ഞവൽക്യ സ്മൃതിയിൽ പ്രമാണം കാണുന്നത്. അതായത് വരനെ ക്ഷണിച്ചു വരുത്തി കന്യകയെ ദാനം ചെയ്യുന്നതാണ് ബ്രാഹ്മ വിവാഹം. അതിൽ ജനിക്കുന്ന പുത്രൻ മാതാവിൻ്റെയും പിതാവിൻ്റെയും വംശങ്ങളിൽ 21 തലമുറകളെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയണം. ഇത്യുക്താചരതാൻ ധർമ്മം സഹയാ ദീയതേർത്ഥിനെ സകായ പാവയെ തജ്ജ ഷഡ് വംശാൻ സഹാത്മന. യാജ്ഞവൽക്യ സ്മൃതി തന്നെ തുടർന്ന് പറയുന്നതാണ്. കന്യകയെ ആവശ്യപ്പെടുന്ന വരന് നിങ്ങൾ ധർമ്മം പരിപാലിച്ചുകൊണ്ട് ജീവിച്ചാലും എന്ന് പറഞ്ഞ് കന്യകയെ ദാനം ചെയ്യുന്നത് പ്രാജാപത്യം. അവിടെ കായഹ എന്നാൽ കനെ, അതായത് കൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ബ്രഹ്മാവിനെ പ്രജാപതിയെ സംബന്ധിക്കുന്നത്. ഈ പ്രാജാപത്യ വിവാഹത്തിൽ ജനിക്കുന്ന പുത്രൻ തന്നെയും 6 തലമുറകളെയും ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ടാണ് ബ്രാഹ്മം തന്നെ സർവഥാ അത്യുത്തമം എന്ന് ആചാര്യന്മാരൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ തുടർന്ന് 22-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കണു. ഈ അധ്യായത്തിൽ കർദമ പ്രജാപതി ദേവഹൂതിയെ പരിണയിക്കുന്ന കാര്യങ്ങൾ. എങ്ങനെയായിരുന്നു ആ വിവാഹം? മൈത്രേയ മഹർഷി തുടർന്ന് പറയുന്നു. മൈത്രേയ ഉവാച ഏവം ആവിഷ്കൃതാശേഷ ഗുണകർമ്മോദയം മുനിം സവ്രീഡ ഇവതം സമ്രാട് ഉപാരതം ഉവാച. ഏവം ഇങ്ങനെ ആവിഷ്കൃതാശേഷ ഗുണകർമ്മോദയം, പ്രകാശിപ്പിക്കപ്പെട്ട എല്ലാ ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും ഉദയത്തോടു കൂടിയവനായും ഉപാരതം കർമ്മനിവൃത്തനുമായ തമ്മുനി ആ കർദമ മുനിയോട് സമ്രാട്ട് മനു ചക്രവർത്തി സവ്രീഡ ഇവ ലജ്ജാഭരിതനായിട്ട് ഉവാച സസന്തോഷം പറഞ്ഞു. മനുരുവാച ബ്രഹ്മാസൃജൽ സ്വമുഖത്തോ യുഷ്മാൻ ആത്മപരീപ്സയാം ഛന്ദോമയസ്തപോവിദ്യ യോഗയുക്താനലംപടാൻ. ഛന്ദോമയ വേദസ്വരൂപിയായ ബ്രഹ്മാവ്, അതായത് വിരാട് സ്വരൂപി, ആത്മപരീപ്സയ ആത്മാവിൻ്റെ പരിപാലനം ഇച്ഛിക്കയാൽ, തപോവിദ്യ യോഗയുക്താൻ തപസ്, വിദ്യ, യോഗം എന്നിവയുള്ളവരും, അലംബടാൻ വിഷയാസക്തിരഹിതരുമായ,
യുഷ്മാൻ ഭവാന്മാരെ, അതായത് ബ്രഹ്മജ്ഞാനികളെ, സ്വമുഖത തൻ്റെ മുഖത്ത് നിന്ന് അസൃജത് സൃഷ്ടിച്ചു. തത് ത്രാണായ ആസൃജാസ്മാന് ദോസഹസ്രാൽ സഹസ്രപാത് ഹൃദയം തസ്യ ഹി ബ്രഹ്മ ക്ഷത്രമംഗം പ്രചക്ഷത്തെ. സഹസ്രപാത് അനേകം പാദങ്ങളുള്ള വിരാട് രൂപി, തത് ത്രാണായ അവരുടെ സംരക്ഷണത്തിന്, ദോസഹസ്രാത് അനേകം കരങ്ങളിൽ നിന്ന്, അസ്മാൻ ച ഞങ്ങളെയും, അതായത് ക്ഷത്രിയരെയും, അസൃജത് സൃഷ്ടിച്ചു. ഹി അതിനാൽ, ബ്രഹ്മജ്ഞാനികൾ, തസ്യാദേവന്റെ ഹൃദയം ഹൃദയമെന്നും, ക്ഷത്രം ക്ഷത്രിയൻ, അംഗം അവയവമെന്നും പ്രചക്ഷതയെ പറഞ്ഞു വരുന്നു. അതോ ഹ്യന്യോന്യമാത്മാനം ബ്രഹ്മക്ഷത്രം ച രക്ഷത രക്ഷതി സ്മ അവയോ ദേവ സ യ സദസദാത്മക. അത അങ്ങനെ ബ്രാഹ്മണനും ക്ഷത്രം ക്ഷത്രിയനും അന്യോന്യം പരസ്പരം ആത്മാനം ച തന്നെയും രക്ഷതഃ ഹി സംരക്ഷിക്കുന്നു. സദസദാത്മക സർവാത്മകനും അവ്യയ നിർവികാരനുമായ ദേവഹായ ദേവനാരോ സഹാസ്മ അദ്ദേഹം തന്നെ രക്ഷതി ഇരുവരെയും രക്ഷിക്കുന്നു. എന്താ അപ്പോൾ അവിടെ പറയണത്? സർവഗുണങ്ങളും തികഞ്ഞവനായ സ്വയംഭുവ മനു കർദമന്റെ വാക്യം കേട്ടു അല്പം ലജ്ജാഭാവത്തോടു കൂടി മറുപടി പറയാൻ ആരംഭിച്ചു. അങ്ങക്ക് പത്നിയായി ദാനം ചെയ്യാൻ പുത്രിയെയും കൊണ്ടാണ് വന്നതെന്ന് പറയുമ്പോൾ ഒരു പിതാവിന് അല്പം ലജ്ജ അനുഭവപ്പെടുക സ്വാഭാവികമാണ്. എന്താ പറയണത്? വേദസ്വരൂപനായ ബ്രഹ്മാവ് തൻ്റെ മുഖത്ത് നിന്ന് തപസ്, വിദ്യ, യോഗം ഇത്യാദികളുള്ളവരും വിഷയലംബടന്മാരല്ലാത്തവരുമായ ഭവാന്മാരെ പോലെയുള്ള ബ്രാഹ്മണരെ ആദ്യം സൃഷ്ടിച്ചു. വേദോക്തങ്ങളായ വിധികളെ നിലനിർത്താനാണ് ആ സൃഷ്ടി. അവരുടെ സംരക്ഷണത്തിനായി അനേകം കൈകാലുകളോടുകൂടിയവനും വിരാട് സ്വരൂപിയുമായ ബ്രഹ്മാവ് ക്ഷത്രിയരായ ഞങ്ങളെ സൃഷ്ടിച്ചു. ബ്രാഹ്മണൻ ബ്രഹ്മാവിൻ്റെ ഹൃദയവും ക്ഷത്രിയൻ ശരീരവും അത്രയും. ദേവന്മാരുടെ കാര്യങ്ങൾ നടത്താൻ ബ്രാഹ്മണനെയും ബ്രാഹ്മണനെ രക്ഷിക്കാൻ ക്ഷത്രിയനെയും സൃഷ്ടിച്ചതിനാൽ ബ്രഹ്മാവ് സ്വരക്ഷയും പരസ്പര രക്ഷയും ഇതിലൂടെ സാധിപ്പിച്ചു. അപ്പോൾ ഈ ബ്രാഹ്മണരും ക്ഷത്രിയരും തമ്മിലുള്ള ബന്ധത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇതിനനേകം പ്രമാണങ്ങൾ കാണാൻ സാധിക്കും. ബ്രഹ്മാവ ഇതമഗ്ര ആസീത് ഏകമേവം തദേകം സന്നവ്യഭവത് തശ്രേയോ രൂപമിത്യസൃജത ക്ഷത്രം. ഇങ്ങനെയൊക്കെ ബൃഹദാരണ്യകോപനിഷത്തിൽ കാണാം. ആദ്യം ബ്രാഹ്മണൻ എന്ന ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒന്നുകൊണ്ട് മാത്രം മതിയായില്ല. ബ്രാഹ്മണന്റെ ശ്രേയസ്സിന് വേണ്ടി ശ്രേയോരൂപമായിട്ട് ക്ഷത്രിയനെ സൃഷ്ടിച്ചു. അപ്പോൾ ആ ഉപനിഷത്ത് വാക്യങ്ങളൊക്കെ ആണ് ഇവിടെ മനു അനുസ്മരിക്കുന്നത്. തവ സന്ദർശനാദേവ ഛിന്നാമേ സർവസംശയാഹ യത് സ്വയം ഭഗവാൻ പ്രീത്യ ധർമ്മമാഹ രിരക്ഷിഷോഹോ. തവ അങ്ങയുടെ സന്ദർശനാദേവ സന്ദർശനത്താൽ തന്നെ മേ എൻ്റെ സർവസംശയാഹ എല്ലാ സംശയങ്ങളും ഛിന്നാഹ തീർന്നു. യത് കാരണം ഭഗവാനായ അങ്ങ് പ്രീത്യ സ്വയം പ്രീതിയോടെ തന്നെത്താൻ രിരക്ഷിഷോഹോ രക്ഷിച്ച് ധർമ്മത്തെ ആഹ ഉപദേശിച്ചു. അവിടെ രിരക്ഷ എന്നൊരു വാക്ക് കാണാം. രിരക്ഷ എന്ന് പറഞ്ഞാൽ രക്ഷിതും ഇച്ഛ. അതായത് രിരക്ഷിഷോഹ എന്ന് പറഞ്ഞാൽ രക്ഷേച്ചുവാകുന്നവൻ്റെ. സാ അസ്ത്യസ്യേതി രക്ഷിതും ഇച്ഛാ രിരക്ഷ സാ അസ്ത്യസ്യേതി രിരക്ഷിഷുഹു തസ്യ രിരക്ഷിഷോഹോ എന്നാണ് ആ ഒരു ശബ്ദത്തിൻ്റെ വിഗ്രഹാർത്ഥം. അതായത് രക്ഷേച്ഛുവാകുന്നവൻ്റെ, അതായത് രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ്റെ. ഇച്ഛ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നവൻ്റെ. അതാണ് രിരക്ഷിഷോഹോ. നല്ലൊരു ശബ്ദമാണ്. ദിഷ്ട്യാമേ ഭഗവാൻ ദൃഷ്ടോ ദുർദർശോ യോ കൃതാത്മനാം ദിഷ്ട്യാ പാദരജ സ്പൃഷ്ടം ശീഷ്ണാമേ ഭവത ശിവം. അകൃതാത്മനാം ചിത്തശുദ്ധിയില്ലാത്തവർക്ക് ദുർദർശ കാണുവാൻ സാധിക്കാത്തവനും ഭഗവാൻ യഹ ഭഗവാനുമായ യാതൊരുങ്ങ് മേ എനിക്ക് ദിഷ്ട്യ ഭാഗ്യവശാൽ ദൃഷ്ട കാണപ്പെട്ടവനായി ഭവത ഭവാന്റെ ശിവം മംഗളകരമായ പാദരജ പാദധൂളി മേശീഷ്ണ എൻ്റെ ശിരസ് കൊണ്ട് സ്പൃഷ്ടം സ്പർശിക്കപ്പെട്ടതും ദിഷ്ട്യ ഭാഗ്യം തന്നെ. ദിഷ്ട്യാ ത്വയ അനുശിഷ്ടോഹം കൃതശ്ച അനുഗ്രഹോ മഹാന് അപാവൃതൈ കർണരന്ധ്രൈ ജുഷ്ട ദിഷ്ട്യോശതീർഗിര. അഹം ഞാൻ ത്വയ അങ്ങയാൽ അനുശിഷ്ട
ഉപദേശിക്കപ്പെട്ടതും, മഹാൻ വലുതായ, അനുഗ്രഹ അനുഗ്രഹം, കൃത ചെയ്യപ്പെട്ടതും, ദിഷ്ട്യ ഭാഗ്യം തന്നെ. അപാവൃതൈഹി തന്നെ, കർണരന്ധ്രൈഹി കർണദ്വാരങ്ങളിലൂടെ, ഉഷതി മനോഹരങ്ങളായ, ഗിരഹവാക്യങ്ങൾ, ജുഷ്ട നോവിക്കപ്പെട്ടത്, ദിഷ്ട്യ ഭാഗ്യം തന്നെ. അപ്പൊ അങ്ങയുടെ സന്ദർശനം കൊണ്ട് തന്നെ നമ്മുടെ സർവ്വ സംശയങ്ങളും അസ്തമിച്ചു. അങ്ങ് നമ്മോട് പരോക്ഷമായി രാജധർമ്മം ഉപദേശിക്കുകയാണ് ഉണ്ടായത്. അങ്ങയെ ദർശിച്ചത് എൻ്റെ ഭാഗ്യം. അങ്ങയെ നമസ്കരിച്ച് അങ്ങയുടെ മംഗളകരങ്ങളായ പാദരേണുക്കൾ ശിരസിൽ അണിയാൻ കഴിഞ്ഞതും എൻ്റെ ഭാഗ്യം. അങ്ങയിൽ നിന്ന് ഉപദേശങ്ങൾ ലഭിച്ചതും എൻ്റെ ഭാഗ്യം. ഇതെല്ലാം എനിക്ക് അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളാണ്. അങ്ങ് എന്താ വേണ്ടത് വെച്ചാൽ അരുളി ചെയ്താലും ഞാൻ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കിക്കോളാം. ഇങ്ങനെയാണ് ഈ മനു സംസാരിക്കാൻ ആരംഭിക്കുന്നത്. ഇങ്ങനൊരു മുഖവുരയോടുകൂടി താൻ വന്ന കാര്യം മഹർഷിയെ ബോധ്യപ്പെടുത്തുകയാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ. സഭവാൻ ദുഹിതൃസ്നേഹ പരിക്ലിഷ്ട ആത്മനോ മമ ശ്രോതുമരിഹതി ദീനസ്യ ശ്രാവിതം കൃപയാ മുനെ. ഹേ മുനെ, അല്ലയോ മുനെ, സഹാ ഭവാൻ അങ്ങ് ദുഹിതൃസ്നേഹ പരിക്ലിഷ്ടാത്മനഃ പുത്രീ സ്നേഹത്താൽ ഇടറിയ ഹൃദയത്തോടുകൂടി ദീനനായിരിക്കുന്ന മമ ശ്രാപിതം എൻ്റെ അറിയിപ്പ് കൃപയാ ദയോടെ ശ്രോതും കേൾക്കുവാൻ അർഹിക്കുന്നു. അപ്രകാരമുള്ള അങ്ങ് പുത്രിയോടുള്ള വാത്സല്യ നിമിത്തമുള്ള ക്ലേശം കൊണ്ട് ദുഃഖിതനായ ഞാൻ പറയാൻ പോകുന്നതിനെ ദയയോടുകൂടി കേൾക്കേണ്ടിയിരിക്കണം. അപ്പോൾ അവിടെ ആ പറയാൻ പോകുന്ന വിഷയം അവതരിപ്പിക്കുന്നതിലുള്ള മനുവിൻ്റെ ഔചിത്യബോധമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമ്മൾ കാണുന്നത്. പുത്രിക്ക് വിവാഹപ്രായമായാൽ സാധാരണഗതിയിൽ അത് പിതാവിനെ വളരെയധികം ചിന്താകുലനാക്കി തീർക്കും, ദുഃഖിതനാക്കി തീർക്കും. ഈ കാര്യങ്ങളൊക്കെ എല്ലാ കാലത്തും ഒരുപോലെയാണ്. ഇപ്പം മനു പറയുന്നു, ഞാൻ എൻ്റെ പെൺകുട്ടികളെ ഓർത്ത് വളരെയധികം ദുഃഖിക്കുന്നുണ്ട്. പക്ഷെ ദുഃഖം എന്ന് പറയാൻ നമ്മൾ ചിന്തിക്കുന്ന പോലുള്ള ദുഃഖമല്ല. ആ കുട്ടികളെ നല്ലൊരാളെ പിടിച്ചേൽപ്പിക്കുക, ഏതൊരു അച്ഛനുണ്ടാകുന്ന ചിന്ത തന്നെയാണ് അവിടെ മനുവിലും കാണുന്നത്. അവിടെ വാത്മീകി രാമായണത്തില് പതിസംയോഗ സുലഭം വയോദൃഷ്ട തുമേ പിതാഹ ചിന്താമഭ്യാഗമദ്ദീനോ വിത്തനാശാദിവാധന. സീത അത്രിപത്നിയായ അനസൂയയോട് തനിക്ക് വിവാഹപ്രായമായപ്പോൾ അനുരൂപനായ വരനെ ലഭിക്കാൻ വേണ്ടി തൻ്റെ പിതാവ് ഒരു ദരിദ്രന് ഉള്ള ധനവും നശിച്ചാലുണ്ടാകുന്ന അത്ര ചിന്താകുലനും ധീരനുമായി എന്ന് പറയുന്നുണ്ട്. അല്ലേ? പറയുമ്പോൾ ജനകൻ മഹാരാജാവാണ്, രാജ്യത്തിൻ്റെ അധിപനാണ്. അദ്ദേഹത്തിന് പോലും അല്ലേ മകളെ കുറിച്ച് ഓർത്തിട്ട് ദുഃഖം ഉണ്ടായിരുന്നാണ്. അപ്പോൾ സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണത്. പ്രിയപ്രദോത്താന പദോ സസേയം ദുഹിത മമ അന്യച്ഛതി പതിം യുക്രം വയശീല ഗുണാധിപേ. മമ ദുഹിത എൻ്റെ പുത്രിയും പ്രിയവ്രതോത്താനപദോ പ്രിയവ്രതൻ ഉത്താനപാദൻ എന്നിവരുടെ സഹോദരിയുമായ ഇവൾ വയശീല ഗുണാധിപി വയസ്സ്, ശീലം, ഗുണം എന്നിവകളാൽ തനിക്ക് യുക്രം യോജിച്ചവനായ പതി വരനെ അന്വേഷിക്കുന്നു. അപ്പോൾ പ്രിയവ്രതൻ ഉത്താനപാദൻ എന്നിവരുടെ സഹോദരിയും എൻ്റെ പുത്രിയുമായ ഇവൾ വയസ്സ്, ശീലം, ഗുണം ഇത്യാദികളാൽ തനിക്ക് അനുരൂപനായ ഭർത്താവിനെ അന്വേഷിക്കുന്നു. പുത്രിക്ക് അനുരൂപനായ വരനെ കണ്ടുപിടിക്കാനാണ് താൻ വന്നത് എന്ന് മനു കർദമ പ്രജാപതിയോട് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഒരു ശ്ലോകം വ്യാഖ്യാനിക്കുന്ന സമയത്ത് ശ്രീധരാചാര്യ സ്വാമികൾ പറയുന്നു, പ്രിയവ്രതോത്താനപദോഹോ സ്വസേതി പുത്രികാകരണശങ്ക നിരസ്ത മമ സുതേതി ക്ഷത്രകന്യ തവ യോഗ്യേതി ദർശിതം. പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നിവരുടെ സഹോദരി എന്നതിനാൽ പുത്രികാകരണ ശങ്കയ്ക്ക് അവകാശമില്ല. എൻ്റെ മകൾ എന്ന് പറഞ്ഞതിനാൽ ക്ഷത്രിയ കന്യകയാണെന്നും അങ്ങയ്ക്ക് വിവാഹത്തിന് യോഗ്യയെന്നും കാണിക്കപ്പെട്ടു. അപ്പോൾ പ്രിയവ്രതശ്ച ഉത്താനപാദ ച പ്രിയവ്രതോത്താനപദോ തയോഹോ പ്രിയവ്രതോത്താനപദോഹോ. അപ്പോൾ അവിടെ വ്യാകരണപരമായിട്ട് ഇതരേതര ദ്വന്ദ്വ സമാസം. ദകാരാന്തം പുല്ലിംഗം, ഷഷ്ഠി ദ്വിവചനമാണ് ആ ശബ്ദം. പുത്രനില്ലാത്തവൻ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ഇവളിലുണ്ടാകുന്ന പുത്രനെ ഞാൻ എൻ്റെ പുത്രനായി എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം ചെയ്യുന്ന സമ്പ്രദായമാണ് പുത്രികാകരണം. മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്.
കാരണം രാജാക്കന്മാർക്കൊക്കെ അനന്തരാവകാശി ഉണ്ടാവണമല്ലോ. ഇപ്പോൾ പെൺകുട്ടികളാണ് ഉണ്ടായതെങ്കിൽ ആ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുത്താൽ അവൾക്കുണ്ടാവുന്ന പുത്രനെ സ്വന്തം പുത്രനായിട്ട് കണക്കാക്കി രാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർക്കുക. അതാണ് അവിടെ ഈ പുത്രികാകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഉദ്ദേശം തനിക്കില്ല. കാരണം അങ്ങക്ക് ഞാൻ വിവാഹം കഴിച്ചു കൊടുത്തെന്നാൽ അതിൽ മക്കളൊക്കെ ഉണ്ടായാൽ അത് അങ്ങയുടെ താവഴി തന്നെയാകും. കാരണം എനിക്കിവിടെ ആൺകുട്ടികളുണ്ട്, പ്രിയവ്രതൻ, ഉത്താനപാതൻ എന്നിങ്ങനെ 2 മക്കൾ തനിക്കുണ്ട്. അപ്പോൾ അവരാണ് രാജ്യത്തിൻ്റെ അനന്തരാവകാശിയും മറ്റുമൊക്കെ ആയിത്തീരും. അങ്ങയുടെ മക്കൾ അങ്ങയുടെ മക്കളായിട്ട് തന്നെ ഇരിക്കും. അപ്പം അതും കൂടി അവിടെ സൂചിപ്പിച്ചു. അപ്പോൾ ഈ കാര്യം ഇനിയും വീണ്ടും ഭാഗവതത്തിൽ വരുന്നത് കാണാം. അവിടെ നമ്മൾ ചതുർത്ഥ സ്കന്ധത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകത്തിൽ ഇതേ സംഗതി വരുന്നത് കാണാം. അപ്പം അതുകൊണ്ട് വധു ഭ്രാതൃമതിയായിരിക്കണം എന്ന് സ്മൃതികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് പെൺകുട്ടികളെ അച്ഛൻ വിവാഹം കഴിച്ചു കൊടുക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ് എല്ലാ കാലത്തും. അപ്പം അതിനെക്കുറിച്ചൊക്കെയുള്ള പ്രമാണങ്ങളിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് പെൺകുട്ടികൾ വിവാഹപ്രായമായാൽ ഉത്തമനായിട്ടുള്ള വരനെ കണ്ടെത്തി അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളത് എല്ലാ കാലത്തെയും ഒരു സാമാന്യമായ ധർമ്മമാണ്. അപ്പോൾ സ്വയംഭവമനുവിൻ്റെ പുത്രിമാരിൽ മൂത്തവൾ ആകൂതിയാണ്. ആകൂതി എന്നാണ് ആ കുട്ടിയുടെ പേര്. ആകൂതിയെ തനിക്ക് പുത്രന്മാരുണ്ടായിട്ടും പുത്രികാധർമ്മ പ്രകാരമാണ് രുചി പ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുത്തത് എന്ന് ഇനി ചതുർത്ഥ സ്കന്ധത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ദേവഹൂതി ദേവിയെ സ്വീകരിച്ചാൽ തനിക്കും ഇതേ ഗതി തന്നെ വരുമോ എന്ന് കർദമനൊരു സംശയം തോന്നാം. അപ്പോൾ അതൊരു അസാധാരണ സംഭവമായതുകൊണ്ട് ഭ്രാതൃമതിയാണെന്ന് കർദമനെ ധരിപ്പിച്ചാൽ പുത്രീകരണ ശങ്കയ്ക്ക് അവകാശമില്ല എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സംഗതി. ഇനി ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യകന്യകമാരെ വിവാഹം കഴിക്കാമെന്ന് ശാസ്ത്രവിധിയുണ്ട്. തിസ്രോ വർണ്ണാനുപൂർവേണ ദ്വേ തഥൈകാ യഥാക്രമം ബ്രാഹ്മണ ക്ഷത്രിയഭിഷാം ഭാര്യ സ്വാശൂദ്രജന്മന. യാജ്ഞവൽക്യ സ്മൃതിയിൽ പറയണം. അതായത് ഏറ്റവും ഉയർന്ന വർണ്ണത്തിലുള്ള ആൾക്കാർക്ക് തൻ്റെ വർണ്ണത്തിൽ നിന്നും താഴെയുള്ള 2 വർണ്ണങ്ങളിൽ നിന്നും വിവാഹം കഴിക്കാം. ഇതൊക്കെ ഓരോ കാലത്ത് ഓരോ വിധികളാണ്. ഏതായാലും അക്കാലത്തെ വിധി അങ്ങനെയാണ്. ബ്രാഹ്മണന് ബ്രാഹ്മണ കന്യക, ക്ഷത്രിയ കന്യക, വൈശ്യകന്യക എന്നിങ്ങനെ ബ്രാഹ്മണരുടെ കാര്യം. ക്ഷത്രിയന്മാരെ സംബന്ധിച്ച് ക്ഷത്രിയ കന്യക, വൈശ്യകന്യക. വൈശ്യന് വൈശ്യകന്യകയെയും ശൂദ്രസ്ത്രീയെ വേണമെങ്കിൽ. പക്ഷെ ശൂദ്രന് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിട്ടില്ല. ശൂദ്രന്റെ കന്യകയെ തന്നെ വിവാഹം കഴിക്കണം എന്നൊക്കെയാണ്. അപ്പം ഇതൊക്കെ ഓരോ കാലത്തെ ഓരോ നിയമങ്ങളാണ്. യഥാതു ഭവത ശീലശ്രുതരൂപവയോ ഗുണാന് അശൃണോ നാരദാദേശാം ത്വയ്യാസീത് കൃതനിശ്ചയം. ഏഷ ഇവൾ യഥാതു എപ്പോഴാണോ നാരദനിൽ നിന്ന് ഭവത അങ്ങയുടെ ശീലശ്രുത രൂപവയോ ഗുണാൻ സ്വഭാവം, വിദ്യാഭ്യാസം, സൗന്ദര്യം, പ്രായം, ഗുണം എന്നിവയെ പറ്റി അശൃണോത് കേട്ടത് തഥാത്വയി അപ്പോൾ മുതൽ അങ്ങയിൽ കൃതനിശ്ചയ മനസ്സുറപ്പിച്ചു ആസീത് ഭവിച്ചിരിക്കുന്നു. അതായത് മനു പറയണു, അങ്ങയുടെ ശീലം, വിദ്യാരൂപം, വയസ്സ് തുടങ്ങിയ ഗുണഗണങ്ങൾ നാരദമുഖത്തു നിന്നും കേട്ടതുകൊണ്ട് എൻ്റെ മകൾ ഇവൾ ഈ ദേവഹൂതി അങ്ങയെ മാത്രമേ വരിക്കൂ എന്ന നിശ്ചയത്തോടെ ഇരിക്കുകയാണ്. തത് പ്രതീച്ഛ ദ്വിജാഗ്രേമാം ശ്രദ്ധയോപഹൃതാം മയ സർവാത്മനാനുരൂപാം തേ ഗൃഹമേധിഷു കർമ്മസു. ഹേ ദ്വിജാഗ്ര, അല്ലയോ ബ്രാഹ്മണ, തത് അതിനാൽ ശ്രദ്ധയോടെ മയ എന്നാൽ ഉപഹൃതാം ഇവിടെ കൊണ്ടുവരപ്പെട്ടവളും തേ അങ്ങയുടെ ഗൃഹമേധിഷു കർമ്മസു ഗൃഹസ്ഥാശ്രമ കാര്യങ്ങളിൽ സർവാത്മന എല്ലാ പ്രകാരവും അനുരൂപാം യോജിപ്പുള്ളവളുമായ ഇമാം ഇവളെ പ്രതീക്ഷ സ്വീകരിച്ചാൽ. അല്ലയോ ദ്വിജശ്രേഷ്ഠ, ഈ കാരണങ്ങളാൽ ശ്രദ്ധയോടെ ഞാൻ അങ്ങയുടെ സമീപത്ത് കൊണ്ടുവന്നവളും അങ്ങയ്ക്ക് എല്ലാം കൊണ്ടും ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങൾക്ക് അനുരൂപയുമായ ഇവളെ സ്വീകരിച്ചാലും. അപ്പൊ നേരത്തെ നമ്മൾ സമാനശീല ഗൃഹമേധധേനും എന്ന് കർദമ പ്രജാപതി ഭഗവാനോട് ഉണർത്തിച്ചുവല്ലോ. അപ്പൊ ആ വിശേഷണങ്ങൾ ഇവിടെ മനു തന്നെ പറയുന്നു. അതൊക്കെ അവൾക്ക് അനുയോജ്യമാണ്. ഉദ്യതസ്യ ഹി കാമസ്യ പ്രതിവാദോ ന ശസ്യതേ അപ്പി നിർമുക്ര സംഘസ്യ കാമരക്രസ്യ കിം പുനഃ. നിർമുക്രസ്യ സംഘസ്യ അപ്പി,
നിസ്സംഗനായവനു പോലും ഉദ്യതസ്യ തന്നെ തേടി വന്ന കാമസ്യ കാമ്യവസ്തുവിൻ്റെ പ്രതിവാദ നിഷേധം ന ശസ്യത്തെ ഹി ആശാസ്യമേ അല്ല. കാമരക്തസ്യ വിഷയാസക്തന് പുനഃ കിം പിന്നെ പറയാനുണ്ടോ? അപ്പൊ താനേ വന്നു ചേർന്ന ഭോഗവസ്തുവിനെ ഉപേക്ഷിക്കുന്നത് വൈരാഗ്യം സിദ്ധിച്ചവർക്ക് പോലും ഭൂഷണമല്ല. കാമികളുടെ കഥ പിന്നെ പറയാനുണ്ടോ? അപ്പൊ മനു ആ കാര്യം കൂടെ എടുത്ത് ചോദിക്കണം. അപ്പൊ താനേ വന്നു ചേർന്ന ഭോഗ്യവസ്തുവിനെ തട്ടിക്കളയുക എന്നുള്ളത് ആർക്കും ഭൂഷണമല്ല. അത് വളരെ നിന്ദ്യമായൊരു പ്രവൃത്തിയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പം ഇവള് അങ്ങയെ മനസ്സുകൊണ്ട് ഭരിച്ചു കഴിഞ്ഞു. സത്യത്തിൽ ഇനി സാങ്കേതികമായി ആ വിവാഹം നടക്കുക മാത്രമേ വേണ്ടൂ. അതുകൊണ്ട് അങ്ങ് ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല. അതാണ് അവിടെ ഈ ഒരു വാക്യത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഉദ്യതസ്യ സ്വതപ്രാപ്തസ്യ വിഷയസ്യ എന്നാണ് ശ്രീധരാചാര്യർ അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. അപ്പം കർദമൻ വിരക്തനല്ല എന്ന് ഈ മനുവിന് എങ്ങനെ മനസ്സിലായി? അദ്ദേഹം വിവാഹം കഴിക്കാൻ തയ്യാറായിരിക്കുകയാണെന്ന് താൻ അറിഞ്ഞിട്ടുണ്ടെന്ന് മനു 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതിനാൽ തന്നെ തേടി വന്ന കന്യകയെ ഉപേക്ഷിക്കുകയേ അരുതെന്ന് അവിടെ സമർത്ഥിക്കുകയാണ് മനു ചെയ്യുന്നത്. അപ്പോ ഇനി അതാ യ ഉദ്യതമനാദൃത്യ കീനാശമഭിയാചതേ ക്ഷീയതേ തദ്യശസ്ഫീതം മാനശ്ചാവജ്ഞയാഹത. യഹ ഏതൊരാൾ ഉദ്യതം തന്നെ തേടി വന്നതിനെ അനാദൃത്യ അനാദരിച്ച് കീനാശം പിശുക്കനെ അഭിയാചത്തെ ചെന്ന് കണ്ട് യാചിക്കുന്നുവോ തദ്യശ അവൻ്റെ യശസ് സ്ഫീതം അപി എത്ര വലുതായാലും ക്ഷീയത്തെ ക്ഷയിക്കുന്നു മാനഹാച അഭിമാനവും അവജ്ഞയ അവജ്ഞയാൽ ഹതഹ നഷ്ടപ്പെടുന്നു. തന്നെ തേടി വന്നൊരു ഭാഗ്യത്തെ അനാദരിച്ച് ആ കാര്യത്തിന് വേണ്ടി നിസ്സാരന്മാരോട് യാചിക്കുന്നത് നിന്ദ്യമാണ്. അത്തരക്കാരൻ എത്ര യശസ്വിയായാലും അതെല്ലാം നശിച്ച് ജനങ്ങളുടെ അനാദരവിനാൽ അപമാനിതനാകുന്നു, പരിഹാസപാത്രമായി തീരുന്നു. അതാണ് തന്നെ തേടി വന്ന് അത് എന്തോ ആവട്ടെ, അതൊരു നല്ല കാര്യമാണെങ്കിൽ അല്ലേ, അത് സമ്പത്താവാം, ഇതുപോലെ സ്ത്രീകളാവാം, മറ്റെന്തെങ്കിലുമൊക്കെ ആവാം, സ്ഥാനമാനങ്ങളാവാം, ഇങ്ങോട്ട് വന്നതാണ്. അതിനെ അനാദരിച്ചാൽ പിന്നീട് അയാൾ ദുഃഖിക്കേണ്ടി വരും. കാരണം പിന്നീട് എപ്പോഴെങ്കിലും അയാൾക്ക് അത് ആവശ്യം വരും. അപ്പോൾ അയാൾ യാചിച്ച് നടക്കും. അപ്പോൾ നാട്ടുകാരെന്നെ ചോദിക്കും, മുമ്പ് മുമ്പ് നിങ്ങളുടെ അടുത്തേക്ക് വന്നതല്ലേ ആ സൗഭാഗ്യം, അന്നത് വേണ്ടാതെ വെച്ചു കൊണ്ടുപോയി കളഞ്ഞു, ഇപ്പോൾ യാചിച്ചുകൊണ്ട് നടക്കണതിൽ എന്താ അർത്ഥം? അപ്പം അതുകൊണ്ട് ആൾക്കാരുടെ ഇടയിൽ പരിഹാസപാത്രമാവുന്നുള്ള കാര്യം അതും അവിടെ മനു സൂചിപ്പിക്കുന്നു. വളരെ നല്ലൊരു ആശയമാണ് ആ ഒരു ശ്ലോകത്തിൽ. അപ്പം വന്നു ചേർന്നിട്ടുള്ള സൗഭാഗ്യങ്ങളെ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കുക എന്നുള്ളതാണ് ശിഷ്ടധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ടിപ്പോൾ രാജകന്യകയാണ് അല്ലേ, എല്ലാ ഗുണഗണങ്ങളും തികഞ്ഞവളാണ്. ഒരു നിലയ്ക്കും ഇവളെ അങ്ങ് ഉപേക്ഷിച്ചുകൂടാ. കാരണം അവൾക്ക് അങ്ങേ ഇഷ്ടമാണ് താൻ. അപ്പോൾ ഇങ്ങോട്ട് വന്ന് ഭർത്തൃത്വം യാചിക്കുന്ന ദേവഹൂതിയെ തിരസ്കരിച്ച് അങ്ങ് വേറൊരുത്തിയെ അന്വേഷിച്ച് ഇറങ്ങിയാലുള്ളൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ഇപ്പോൾ വന്ന ഈ രാജകന്യകയെ ഉപേക്ഷിച്ചു, നാളെ എന്നിട്ട് കല്യാണം കഴിക്കണമെന്ന് തോന്നി, അപ്പം അങ്ങ് പെണ്ണന്വേഷിച്ച് നടക്കും. എത്ര മോശമായൊരു കാര്യമാണത്. അപ്പം ഈ ഒരു സംഗതിയാണ് മനു അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം ഇതൊരു നല്ല സുന്ദരമായൊരു സുഭാഷിതം കൂടിയാണ് ഈ ഒരു ശ്ലോകം. യ ഉദ്യതമനാദൃത്യ കീനാശമഭിയാചതേ ക്ഷീയതേ തദ്യശസ്ഫീതം മാനശ്ചാവജ്ഞയാഹത. തുടർന്ന് അഹം ത്വാ ശൃണവം വിദ്വൻ വിവാഹാർത്ഥം സമുദ്യതം അതസ്ത്വമുപകുർവാണ പ്രത്താം പ്രതിഗൃഹാണമേ. ഹേ വിദ്വൻ, അല്ലയോ വിദ്വൻ, ത്വാ അഹം അങ്ങയെ ഞാൻ വിവാഹാർത്ഥം സമുദ്യതം വിവാഹം കഴിക്കാൻ ഒരുങ്ങിയവനായി അശൃണവം കേട്ടിട്ടുണ്ട്. അതിനാൽ ഉപകുർവാണ ഉപകുർവാണനായ ത്വം അങ്ങ് മേ എന്നാൽ പ്രത്താം നൽകപ്പെടുന്നവളെ പ്രതിഗൃഹാണ പരിഗ്രഹിച്ചാലും. അപ്പോൾ അല്ലയോ വിദ്വൻ, അങ്ങ് വിവാഹ കാര്യത്തിൽ പരിശ്രമിക്കുന്നതായി ഞാൻ അറിഞ്ഞു. അതിനാൽ അങ്ങ് ഉപകുർവാണൻ എന്ന വിഭാഗത്തിൽപ്പെട്ട ബ്രഹ്മചാരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നൽകുന്നവളെ സ്വീകരിച്ചാലും. അപ്പോൾ ഉപകുർവാണൻ, നൈഷ്ഠികൻ എന്നിങ്ങനെ ബ്രഹ്മചാരികൾ രണ്ട് തരത്തിലാണ്. അപ്പോൾ ഈ ഉപകുർവാണൻ
എന്ന് പറയുന്ന ഈ ആദ്യത്തെ വിഭാഗത്തിൽപ്പെടുന്നവര് വിദ്യാപരിസമാപ്തിക്ക് ശേഷം ഗുരുദക്ഷിണ ചെയ്ത് ഗുരുവിൻ്റെ അനുജ്ഞയോടെ ഒരു സ്നാനം ചെയ്യുന്നു. ഈ സ്നാനത്തോടെ സ്നാതകനാകുന്നു. അവരാണ് സ്നാതകൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അയാൾ എന്ത് വേണം? സ്വഗൃഹത്തിൽ മടങ്ങി വന്ന് സമാവർത്തനമൊക്കെ ചെയ്ത്, അതിനാണ് സമാവർത്തനം എന്ന് പറയാം. ഈ ഉപനയനം സമാപിക്കുന്നതാണ് സമാവർത്തനം. അതിനുശേഷം അനുരൂപയായ കന്യകയെ പരിണയിക്കണം. എന്നാൽ നൈഷ്ഠികൻ അങ്ങനെയല്ല. നൈഷ്ഠികൻ ജീവിതകാലം മുഴുവൻ നിഷ്ഠയോടെ ഗുരുഗൃഹത്തിൽ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ച് കഴിഞ്ഞുകൂടണം. ദ്വിവിധോ ബ്രഹ്മചാരി സ്യാദ് ആദ്യോ ഉപകുർവാണകഃ ദ്വിതീയോ നൈഷ്ഠികശ്ചൈവ തസ്മിന്നേവ വ്രതേ സ്ഥിതഃ. ഇങ്ങനെ ദക്ഷസ്മൃതി എന്നുള്ള ഗ്രന്ഥത്തിൽ പ്രമാണം പറഞ്ഞു. ഇങ്ങനെ ഉള്ള ഈ ബ്രഹ്മചര്യത്തെക്കുറിച്ചും ബ്രഹ്മചാരികളെക്കുറിച്ചും ഒക്കെ അനേകം പ്രമാണങ്ങൾ കാണാം. അപ്പോൾ ഉപകുർവാണൻ എന്ന പദത്തിൻ്റെ നിരുക്തി പൂർവം ഗുരവേ കിഞ്ചിത് ഉപകുർവീത ധർമ്മവിത് സ്നാംസ്യംസ്തു ഗുരുണാഞ്ജപ്ത ശക്രിയ ഗുർവർത്ഥമാഹരേത്. ഗുരുകുലവാസകാലത്ത് വിദ്യാർത്ഥി ഗുരുവിന് ദ്രവ്യരൂപത്തിലുള്ള യാതൊരു ഉപകാരവും ചെയ്തു പോകരുത്. വിദ്യാപരിസമാപ്തി കുറിക്കുന്ന സ്നാന സമയത്ത് ഗുരുവിൻ്റെ അനുജ്ഞാനുസാരേണ സ്വശക്തിക്കനുസരിച്ച് ഗുരുദക്ഷിണ ചെയ്യണം. അപ്പൊ ഈ ഉപകുർവീത എന്ന ശബ്ദത്തിൽ നിന്നാണ് ഉപകുർവാണൻ എന്നുള്ള ആ ഒരു പദം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ വളരെ രസകരമാണ് ഈ അധ്യായത്തിലും അടുത്ത അധ്യായത്തിലും വരുന്ന സംഗതികൾ. തുടർന്ന് നമ്മൾ കർദമ പ്രജാപതിയുടെ ഗാർഹസ്ഥ്യമൊക്കെ അടുത്ത അധ്യായത്തിൽ വളരെ വിശദമായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. തുടർന്ന് കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ.